ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. 8-ാം അധ്യായം 1-ാം വാക്യം, അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പൗലോസ് പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതിൻ്റെ 24-ാം വാക്യം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഒരു ചോദ്യമാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. ഞാൻ അരിഷ്ട മനുഷ്യൻ. അത് പറയാൻ കാരണം അതിൻ്റെ തൊട്ടുമുകളിൽ അതിൻ്റെ 21 മുതലുള്ള ഭാഗങ്ങളിൽ പറയുന്നത്, നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തിന്മ എൻ്റെ പക്കലുണ്ട്. എനിക്ക് ദൈവത്തിൻ്റെ പ്രമാണത്തിനകത്ത് രസിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അപ്പോൾ പോലും എൻ്റെ ജഡത്തോട്, എൻ്റെ അവയവത്തോട് പോരാടുന്ന വേറൊരു പ്രമാണത്തെ ഞാൻ കാണുന്നു. അതെൻ്റെ അവയവങ്ങളെ ബന്ധിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയണം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? എന്നെ വിടുവിക്കാൻ ആരുണ്ട്? അത് പറയുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം. ധന്യനായ പൗലോസ് തൻ്റെ ലൈഫിനെ പറയുകയാണ്, എൻ്റെ ജീവിതത്തിനകത്ത് പോരാടുന്ന വിഷയത്തിനകത്ത് തന്നെ ആർ വിടുവിക്കും? കർത്താവായ യേശുക്രിസ്തു അല്ലാതെ എനിക്ക് ജയം തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 8-1 പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എനിക്ക് ബുദ്ധി കൊണ്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്കറിയാം തെറ്റ് തെറ്റാണെന്നറിയാം. അതിലോട്ട് ഞാൻ അകപ്പെടാതെ ഞാൻ കർത്താവിനെ ആത്മാവിൽ ആരാധിച്ച് ആത്മാവിൽ സന്തോഷിച്ച് നടക്കുന്നു. അപ്പോൾ പോലും എൻ്റെ ജഡത്തോട് പോരാടുന്ന ഒരു പോരാട്ടത്തെ ഞാൻ കാണുന്നു. എന്നാൽ 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം എത്തിയപ്പോൾ പൗലോസ് പറയുകയാണ്, ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുമ്പോൾ, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്കല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജയിക്കാൻ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ കഴിയത്തില്ല എന്ന് അപ്പോസ്തലൻ റോമാസഭയോട് ഉറപ്പിച്ച് പറയുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്തും പലപ്പോഴും നമ്മൾ ചോദിച്ചു പോകാവുന്ന സിറ്റുവേഷൻ വരാറില്ലേ, എന്നെ ആര് വിടുവിക്കും? വചനം പറയുന്നു, യേശുക്രിസ്തുവിനല്ലാതെ ഇതിനകത്തു നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്താൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഈ വചനത്തെ മുറുകെ പിടിച്ച് ജഡത്തിൽ സഞ്ചരിക്കാതെ ആത്മാവിൽ സഞ്ചരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.